ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിക്ക് തുടക്കമായി. ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലാണ് നേർവഴി പദ്ധതി നടപ്പിലാക്കുന്നത്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ നേർവഴി പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി നിയമം, ട്രാഫിക്, സൈബർ, പോക്സോ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, വിവിധ പരിശീലന പരിപാടികൾ, സംവാദങ്ങൾ, അഭിമുഖങ്ങൾ, ലഹരിക്കെതിരായ നാടകങ്ങൾ, ഫ്ലാഷ് മോബ്, റാലികൾ, മനഃശാസ്ത്ര കൗൺസിലിംഗ് തുടങ്ങിയ പരിപാടികൾ പോലീസിന്റെയും PTIയുടെയും നേതൃത്വത്തിൽ സ്കൂളുകളിലും പൊതുയിടങ്ങളിലും സംഘടിപ്പിക്കും. രക്ഷിതാക്കൾക്ക് മാത്രമായി വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൗൺസിലിംഗും ബോധവൽക്കരണ ക്ലാസുകളും നൽകും. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തി വിദ്യാലയങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തും. മനഃശാസ്ത്ര വിദഗ്ധരെ പങ്കെടുപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസുകൾ നൽകും. വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ഉന്നത പഠനത്തിന് വഴികാട്ടിയാകാനും നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാനും അവർക്ക് നേർവഴിയൊരുക്കി ഇനി ഒറ്റപ്പാലം പോലീസും അധ്യാപകർക്കൊപ്പം ഉണ്ടാകും. സ്റ്റേഷൻ പരിധിയിലെ 12 സ്കൂളുകളിൽ ഓരോ സ്കൂളിനും ഓരോ പോലീസുകാരന്റെ ചുമതല നൽകും. ബസ് സ്റ്റാൻഡുകൾ, ആളൊഴിഞ്ഞ സ്കൂൾ ഗ്രൗണ്ടുകൾ, ഇടവഴികൾ എന്നിവിടങ്ങളിലെല്ലാം പോലീസിന്റെ നിരന്തര നിരീക്ഷണമുണ്ടാകും. ലഹരിക്കെതിരായ പ്രചരണ പ്രവർത്തനങ്ങളിൽ സ്കൂളുകളെ സഹായിക്കും. നേർവഴി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടത്തുന്ന ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP സ്കൂളുകൾക്ക് പോലീസിന്റെ പ്രത്യേക ഉപഹാരവും അനുമോദനവും സംഘടിപ്പിക്കും. പദ്ധതിയുടെ പ്രഖ്യാപനം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് KL രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DYSP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ M സുജിത്, SI വിനോദ് B നായർ, വേണു പുഞ്ചപ്പാടം, MP ഗോവിന്ദരാജൻ, നബീസ K കൃഷ്ണദാസ്, സ്കൂൾ കൗൺസിലർ എലിസബത്ത് എന്നിവർ സംസാരിച്ചു. എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നീ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന നേർവഴി പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ജനാധിപത്യ വേദി എന്ന രീതിയിൽ ഒരു സക്രിയമായ ജനാധിപത്യ വേദിയോടെ ചില്ലറ കാര്യങ്ങൾ പറയും. അതിനപ്പുറം അവർക്ക് ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ആ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വേദിയായിട്ട് ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിൽ രക്ഷിതാക്കളെ മാറ്റിയെടുക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചില ബിഹേവിയർ പാറ്റേണിൽ തന്നെ വ്യത്യാസം വരും. എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയല്ല നോക്കേണ്ടത് എന്നുള്ളൊരു ധാരണ അവർക്കും വരും. അങ്ങനെ പതുക്കെ അത് കഴിയുള്ളൂ. അപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ ജനാധിപത്യ വേദിയിൽ സക്രിയമായി പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാവണമെന്ന് പറയുന്നത്. തിരുവില്ലാമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാഗവതോത്സവം നാളെ സമാപിക്കും. കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ നിളയുടെ തീരത്ത് വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി പാമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവില്ലാമല ഐവറമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ശ്രീമദ് ഭാഗവതോത്സവം നാളെ സമാപിക്കും. ഈ മാസം 7-ാം തീയതി തുടങ്ങിയ ശ്രീമദ് ഭാഗവതോത്സവ സപ്താഹ യജ്ഞം ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി കൈവല്യാനന്ദജി ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് തുടക്കമായത്. ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരി, സർവശ്രീ വെള്ളിനേരി ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാസം 17-ാം തീയതി വരെയാണ് ക്ഷേത്രാങ്കണത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം നടക്കുന്നത്. ഇന്ന് ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നിമി നവയോഗി സംവാദം, ഉദവോപദേശം, 24 ഗുരുക്കന്മാർ, ഹംസഗീത, ഭിക്ഷുഗീത, ഐളഗീത, സ്വധാമഗമനം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു. ഇതൊക്കെ എങ്ങനെ കണക്കാക്കണു? ധനത്തെ ഒരു ഉപായമായിട്ട് സ്വീകരിച്ച് ഈ ധനം കൊണ്ട് കണക്കാക്കണം. ഇങ്ങനെ ധനം അമിതമാവുമ്പോൾ അതിലൊക്കെ പോയിരിക്കാൻ കലിക്ക് സാധിച്ചു. ഒരിക്കൽ നായാട്ടിന് പോയ പരീക്ഷിത്ത് ഹിംസയിലൊരു രസം കണ്ടു. പരീക്ഷത്തിനെയും കലി ബാധിച്ചു. സഹിക്കവയ്യാത്തതായ വിശപ്പും ദാഹമൊക്കെ വന്നു. കൂട്ടം തെറ്റി ഒരാശ്രമത്തിൽ ചെന്നുപെട്ടു. അവിടെ ഒരു മഹർഷി സമാധിസ്ഥനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് കുറച്ച് വെള്ളം തരുമോ, ഭക്ഷണം തരുമോ എന്നൊക്കെ അന്വേഷിച്ച സമയത്ത് അദ്ദേഹം കണ്ണൊന്നും തുറന്നില്ല. നിങ്ങളൊക്കെ എത്ര കേമായിട്ട് പൂജിക്കാനുള്ളതാ ഞങ്ങളൊക്കെ, എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ പോലും സാധ്യമല്ല അല്ലേ എന്നൊക്കെ തോന്നിയ പരീക്ഷിത്ത് അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിന്റെ ശരീരം തൻ്റെ ധനുസ്സിന്റെ അഗ്രഭാഗം കൊണ്ട് തോണ്ടിയെടുത്ത് ആ മഹാത്മാവിന്റെ കഴുത്തില് അവിടെ ഇട്ടു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണ യോഗം ചേർന്നു.
14ാം പഞ്ചവത്സര പദ്ധതിയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു സ്വാഗതം പറഞ്ഞ പരിപാടി വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. 2024-25 ലഭിക്കാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനും ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥാ വിശകലനവും വരും വർഷത്തെ കാഴ്ചപ്പാടുകളും സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. തുടർന്ന് 13 വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരായ നിർവഹണ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുകയും ചെയ്തു. 20 വാർഡുകളിലെയും ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ, കീല RP മുതലായവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം പരിപാടിക്ക് നന്ദി അറിയിച്ചു. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും വന്നിട്ടുള്ള ആശയങ്ങൾ നടക്കാനിരിക്കുന്ന ഗ്രാമസഭകളിൽ അവതരിപ്പിക്കും. ഡിസംബർ 17 മുതൽ 30 വരെയാണ് പദ്ധതി രൂപീകരണ ഗ്രാമസഭകൾ നടക്കുക. ഈ മാസം 20-ാം തീയതി വികലാംഗർക്ക് വേണ്ടിയും 21-ാം തീയതി വയോജനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക ഗ്രാമസഭാ യോഗങ്ങൾ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. നേരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. VVPAT മെഷീൻ, EVM പരിചയപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രത്യേക കൗണ്ടർ ഒരുക്കി തിരഞ്ഞെടുപ്പ് വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം. കളക്ട്രേറ്റിന്റെ മുൻഭാഗത്തായി പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, VVPAT മെഷീൻ, കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇതിനായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കൗണ്ടറിലുണ്ട്. ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സേവനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ കൗണ്ടർ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കൗണ്ടർ സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ താലൂക്ക് RDO അസംബ്ലി ഭരണാധികാരികളുടെ ഓഫീസുകളിലും കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ സജ്ജീകരിച്ച കേന്ദ്രത്തിൽ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര നിർവഹിച്ചു. ADMK മണികണ്ഠൻ, കളക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിയാനംപറ്റ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവത്തിന് തുടക്കമായി. പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 15 മുതൽ 22 വരെ അമൃത TV സന്ധ്യാദീപം ഫെയിം ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ ആചാര്യതയിലാണ് ക്ഷേത്രാങ്കണത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. ക്ഷേത്ര മേൽശാന്തി കുറുശാത്ത മണ്ണമന കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. മേക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പാരായണവും പാലോന്നം മുരളീധരൻ നമ്പൂതിരി പൂജയ്ക്കും യജ്ഞചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഡിസംബർ 25 വെള്ളിയാഴ്ച വരെ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരിക്കും. AIYF മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. AIYF ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടന്നു. ചെർപ്പളശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ആദ്യ മെമ്പർഷിപ്പ് സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൽ റിലേ സ്വർണ്ണ മെഡൽ ജേതാവ് ഭരത്തിന് നൽകിക്കൊണ്ട് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIYFന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്ത് പുതിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ AIYFന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം നവംബർ മാസം 10-ാം തീയതി AIYFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായ സഖാവ് K. രാജൻ തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇന്ന്
സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്നും ഇന്നലെയുമായി നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലയിലെ നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ മണ്ഡലം തലങ്ങളിലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിനും യൂണിറ്റ് മേഖലാ തലങ്ങളിലേക്ക് നമ്മുടെ മുദ്രാവാക്യങ്ങൾ അതിവേഗം എത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ഇവിടെ നടത്തുന്നത്. ഇവിടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങാൻ വന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി ഷാജഹാൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി A. ശങ്കരനാരായണൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുസ്തഫ, സിന്ധു പാറയ്ക്കൽ, സന്ദീപ് AP, മീര AK, വിഷ്ണു P, അഡ്വക്കേറ്റ് ഷെരീഫ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. NHRAയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റ് ഒറ്റപ്പാലം നൂറ റെസ്റ്റോറന്റിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളും പരിശോധനകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലെടുക്കുന്നത്. ഗവൺമെന്റിലേക്കും നല്ലതുപോലെ നികുതി മറ്റു വരുമാനവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി കോവിഡിന് ശേഷം വലിയ പ്രതിസന്ധിയായിരുന്നു നമ്മുടെ മേഖല. ആ കോവിഡ് വരുന്നതിന് ശേഷം വലിയ ഒരു ഉണർവിന്റെ മാതൃകയായിരുന്നു പ്രത്യേകിച്ച് ഹോട്ടൽ റെസ്റ്റോറന്റ്. എന്നാൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിട്ടുള്ള ചില വാർത്തകൾ, ചില സംഭവങ്ങൾ നമ്മുടെ മേഖലയുടെ വിശ്വാസത്തെ തകർത്തും നിലനിൽക്കുകയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാണാറുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം കൂട്ടായ രീതിയിൽ ഉണ്ടായെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മേഖല തന്നെ അപകടത്തിലാകാൻ, അതുവഴി ധാരാളം കുടുംബങ്ങൾ പട്ടിണിയാകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന കാര്യം വസ്തുതയാണ്. ബോധവൽക്കരണ ക്ലാസ് നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ വിസ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. KHRA ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് A. ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അപ്പാരു പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. 365ഓളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഒരു സംരംഭം അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങാൻ ആവശ്യമായ ലോൺ, സബ്സിഡി, പ്രധാനമായും ലഭിക്കേണ്ട ലൈസൻസ്, ക്ലിയറൻസ് എന്നിവയെ സംബന്ധിച്ച് സംരംഭകരെ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഹോം വർക്ക് സംവിധാനത്തിലേക്ക് IT മേഖല നല്ല നിലയിൽ അമേരിക്കൻ കമ്പനിയുടെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് അയാളുടെ വീട്ടിലുള്ള നെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി ആ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് മുമ്പുണ്ടാകുന്നതിൽ ഒരു മാറ്റമാണ്. അപ്പൊ ഈ മാറ്റം കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഈ മാറ്റം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനമാണ്. ഗവൺമെന്റ് പ്രഖ്യാപനം നടന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഈ മാർച്ച് 31 ഈ കേരളത്തിൽ ചെറുതും വലുതായി സംരംഭകരെ കണ്ടെത്തി 1 ലക്ഷം സംരംഭം ആരംഭിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ലക്ഷം വരെയാണ് ചർച്ച ചെയ്തത്. പക്ഷെ 1.5 ലക്ഷം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് എത്തിയെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ കണ്ടെത്തി അത് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് ഈ 20 ലക്ഷം തൊഴിൽ എന്ന ഭരണപത്രികയിൽ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഒരു നടപടി സ്വീകരിച്ചു. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ച് ആ ഒരു നടപടിയെ കൊണ്ട് മാത്രമല്ല ഗവൺമെന്റ് ആദ്യം ചെയ്തത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുത്തു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തിക സൃഷ്ടിക്കാറുണ്ട്. ആ തസ്തികയിൽ വരുന്നതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനം തന്നെ ശമ്പളം കൊടുക്കാൻ ഉത്തരവായിട്ട് പറയാറുണ്ട്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അവർ ഡോക്ടറാക്കണം പറഞ്ഞ ഉത്തരവ്. അതിപ്പോൾ നമ്മളിവിടെ പഞ്ചായത്ത് ശമ്പളം കൊടുക്കുക, മറിച്ച് വ്യവസായ വകുപ്പ് ചെയ്തതല്ല. നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും MBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഓരോ ഇന്റേണുകളായി നിയമിച്ചു ഗ്രാമപഞ്ചായത്തിൽ. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P കനകരാജൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ ട്രെയിനർ അശോക് P ദാസും സംരംഭകർക്കുള്ള വിവിധ സർക്കാർ സബ്സിഡി സ്കീമുകളെ കുറിച്ച് ഒറ്റപ്പാലം വ്യവസായ വികസന ഓഫീസർ നൌഫലും ക്ലാസുകൾ നയിച്ചു. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്ക്വാഷ്, ജാം, സോസ് എന്നിവയുടെ നിർമ്മാണ പരിശീലനം നൽകി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ ആത്മ കപ്പാസിറ്റി ബിൽഡിംഗ് പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്ക്വാഷ്, ജാം, സോസ് നിർമ്മാണ പരിശീലനം നൽകി. 9 കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി 30ഓളം അംഗങ്ങൾക്ക് കർഷകയായ P പുഷ്പയാണ് പരിശീലനം നൽകിയത്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B ഷാജിദ അധ്യക്ഷയായ പരിപാടിയിൽ ആത്മ ഫീൽഡ് അസിസ്റ്റന്റ് രഞ്ജിമ ഡോളി, കൃഷി ഓഫീസർ രേവതി, കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇത് സംരംഭമാക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ചരിത്രത്തിൽ ഇന്ന് പോറ്റി ശ്രീരാമലു ഓർമ്മദിനം. ആന്ധ്ര സംസ്ഥാന രൂപവൽക്കരണത്തിനു വേണ്ടി മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. 1901 മാർച്ച് 16 മദ്രാസിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഗുരുവയ്യ, മഹാലക്ഷ്മമ്മ തുടങ്ങിയവരാണ് മാതാപിതാക്കൾ. മഹാത്മാഗാന്ധിയുടെ അടിയുറച്ച അനുയായിയായ പോറ്റി ശ്രീരാമലു ജീവിതകാലം മുഴുവൻ സത്യം, അഹിംസ തുടങ്ങിയ ആദർശങ്ങൾക്കും ഹരിജൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നതിനും തമിഴ്, ദ്രാവിഡ സംസ്കാരങ്ങളിൽ നിന്നും വേറിട്ട് ആന്ധ്രാപ്രദേശിന്റെ തനത് വ്യക്തിത്വവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിനുമായി ആന്ധ്രാപ്രദേശിനെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്നാവശ്യപ്പെട്ട് 1952 ഒക്ടോബർ 19 പോറ്റി ശ്രീരാമലു ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരണത്തിനായി വീണ്ടും ഉപവാസം ആരംഭിച്ചതിനെ തുടർന്ന് ഡിസംബർ 16 അദ്ദേഹം അന്തരിച്ചു. ഡിസംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഒരു പ്രത്യേക സംസ്ഥാനം രൂപവൽക്കരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി. 1956 നവംബർ 1 ഹൈദരാബാദ് തലസ്ഥാനമാക്കി ആന്ധ്രാപ്രദേശ് എന്ന പേരിൽ സംസ്ഥാനം രൂപവൽക്കരിച്ചു. പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശിൽ അമരജീവി എന്ന പേരിൽ ആദരിക്കപ്പെടുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.